നെക്സ്റ്റ് വൺ ഈസ് ദ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് കണ്ടതാണ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് ആണെങ്കിൽ നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് രജിസ്റ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ രജിസ്റ്റർ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പറാൻഡ്സ് അവൈലബിൾ ആയിരിക്കും. ദെൻ വി ക്യാൻ പെർഫോം ദ ഓപ്പറേഷൻ. ഓക്കെ, പക്ഷേ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലാണെങ്കിലും ഓപ്പറാൻഡ് ഫീൽഡിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് രജിസ്റ്റേഴ്സ് തന്നെയായിരിക്കും. ബട്ട് വി വിൽ റെപ്രസെൻറ്റ് ദീസ് രജിസ്റ്റേഴ്സ് വിത്തിൻ ദ ബ്രാക്കറ്റ്. ദെൻ whenever we are accessing the register, we are not getting the operand, we will obtain the effective address of the operand. Operand available ആവണമെങ്കിൽ we have to access the memory location corresponding to the effective address. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരു ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അതിനകത്ത് നമുക്കറിയാം 2 മെമ്മറി ആക്സസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓപ്പറാൻഡ് അവൈലബിൾ ആവുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷേ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരു രജിസ്റ്റർ ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ആ ഒരു രജിസ്റ്ററിലെ കണ്ടൻറ്റ് നമ്മളൊരു മെമ്മറി അഡ്രസ്സായിട്ട് കൺസിഡർ ചെയ്ത് ആ ഒരു മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു രജിസ്റ്റർ ആക്സസും ഒരു മെമ്മറി ആക്സസും ആണ് വരുന്നുണ്ടായിരിക്കുക. So the register indirect addressing instructions are faster compared to the indirect addressing. ഓക്കെ, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ 2 മെമ്മറി ആക്സസ് ആണ് വരുന്നത്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണെങ്കിൽ ഒരു രജിസ്റ്റർ ആക്സസും ഒരു മെമ്മറി ആക്സസ് ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ലാർജ് അഡ്രസ്സ് സ്പേസ് അവൈലബിൾ ആണ്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിലും ലാർജ് അഡ്രസ്സ് സ്പേസ് അവൈലബിൾ ആണ്. ആൻഡ് ദ ടോട്ടൽ അവൈലബിൾ അഡ്രസ്സ് സ്പേസ് വിൽ ബി 2n, where n is the word length of the memory where the actual operand is stored. ഓക്കെ, ദെൻ ഈ ഒരു ഡയഗ്രാം നോക്കുക. ഇൻസ്ട്രക്ഷനകത്ത് നമുക്കറിയാം രജിസ്റ്റർ നെയിം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു രജിസ്റ്റർ നെയിം നമ്മൾ ബ്രാക്കറ്റിനകത്താണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ പ്രോസസ്സർ വിൽ ആക്സസ് ദാറ്റ് പെർട്ടിക്കുലർ രജിസ്റ്റർ. പ്രോസസ്സറിനകത്ത് നമ്പർ ഓഫ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഏത് രജിസ്റ്റർ ആണോ ആ രജിസ്റ്റർ ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓപ്പറാൻഡ് ആയിരിക്കില്ല. കാരണം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അതുകൊണ്ട് തന്നെ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റിൽ നമുക്ക് ഓപ്പറാൻഡ് അല്ല അവൈലബിൾ ആവുന്നത്. രജിസ്റ്റർ കണ്ടൻറ്റ് വിൽ ബി ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ്. ദെൻ നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സ് അവൈലബിൾ ആയി. ഓപ്പറാൻഡിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് അവൈലബിൾ ആണ്. ദെൻ ആ ഒരു എഫക്റ്റീവ് അഡ്രസ് ലൊക്കേഷനാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ടു ഒബ്റ്റെയിൻ ദ ഓപ്പറാൻഡ്. ഓക്കെ, അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. മൂവ് കണ്ടൻറ്റ് ഓഫ് R2, R1. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രജിസ്റ്റേഴ്സ് ആണ് ഓപ്പറാൻഡ് ഫീൽഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡല്ല. ബിക്കോസ് ദ രജിസ്റ്റർ R2 ഈസ് ഗിവൺ വിത്തിൻ ദ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിനകത്താണ് R2 എന്നുള്ളൊരു രജിസ്റ്റർ നെയിം സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലുള്ളൊരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കുക? പ്രോസസ്സർ R2 എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ആയിരിക്കും ഫസ്റ്റ് ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കുക. R2ലുള്ള കണ്ടൻറ്റ് എന്താണോ അതൊരു അഡ്രസ്സ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ആ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിൽ വരുന്ന മെമ്മറിയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കുക ഓപ്പറാൻഡ് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. R1, R2 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. R2ലെ കണ്ടൻറ്റാണ് പ്രോസസ്സർ ഫസ്റ്റ് ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കുക. R2വിനകത്ത് എന്താണ്? 3 ആണ് R2വിനകത്ത് കണ്ടൻറ്റ്. ദ കണ്ടൻറ്റ് ഓഫ് R2 ഈസ് ഈക്വൽ ടു 3 ആൻഡ് ദ 3 വിൽ ബി കൺസിഡേർഡ് ആസ് എ മെമ്മറി അഡ്രസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം? 3 എന്നുള്ളൊരു അഡ്രസ്സ് വരുന്ന മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ലൊക്കേഷൻ 3. തേർഡ് ലൊക്കേഷനിലെ കണ്ടൻറ്റ് എന്താണ്? 5 ആണ്. ആ ഒരു 5 ആണ് നമ്മളുടെ റിയൽ ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദാറ്റ് 5 വിൽ ബി കോപ്പീഡ് ടു ദ രജിസ്റ്റർ R1. അങ്ങനെയാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ ഓപ്പറേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് വി വിൽ സി ഇൻഡെക്സ്ഡ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഒരു ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിലുള്ളൊരു ഇൻസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഓപ്പ് കോഡ് ഉണ്ടായിരിക്കും. ഓപ്പറാൻഡ് ഫീൽഡിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുക ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂം ഒരു രജിസ്റ്റർ നെയിം ആയിരിക്കും. ഓക്കെ, യു ക്യാൻ സീ ദിസ് ഹിയർ. ഓപ്പറാൻഡ് ഫീൽഡിനകത്ത് എക്സ് കണ്ടൻറ്റ് ഓഫ് RI എന്നൊരു റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. Here x is a constant value. In some cases we will specify the direct value within the instruction itself. അതായത് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിലുള്ള ചില ഇൻസ്ട്രക്ഷൻസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കോൺസ്റ്റൻറ്റ് വാല്യൂ നമ്മൾ ഇൻസ്ട്രക്ഷനിൽ തന്നെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ ചില കേസസിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് വാല്യൂവിന് പകരം എന്തെങ്കിലും ഒരു സിംബോളിക് നെയിം അസൈൻ ചെയ്തിട്ട് ആ ഒരു സിംബോളിക് നെയിം ആയിരിക്കും ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ് എക്സ് റെപ്രസെൻറ്റ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഓഫ്സെറ്റ്. ദെൻ ഒരു രജിസ്റ്റർ നെയിം കാണാം RI indicate the index register. Okay, then the effective address will be calculated as content of RI plus X. Okay, അതായത് ഓപ്പറാൻഡിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ആക്സസ് ദ ഇൻഡെക്സ് രജിസ്റ്റർ വിച്ച് ഈസ് സ്പെസിഫൈഡ് വിത്തിൻ ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് വി ഹാവ് ടു ആഡ് ദ കണ്ടൻറ്റ് ഓഫ് RI വിത്ത് ദ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഓക്കെ,
And this index addressing mode mainly used for accessing the arrays. Arrays access ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയുന്നത് അതൊരു സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയാണ് ഇൻഡെക്സ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു എക്സ് എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓഫ്സെറ്റിനെയാണ്. നമുക്കറിയാം അറേസ് ആണ് എങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും അറേസിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ ആ ഒരു അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് RI എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് രജിസ്റ്റർ ആയിരിക്കും. Then each element within the array is placed with a displacement from the starting address. ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഓഫ്സെറ്റ് ആണ് ഈ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഡയഗ്രത്തിനകത്ത് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിൽ എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് അഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഓപ്പറാൻഡ് ആക്സസ് ചെയ്യുന്നതെന്നാണ് കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻസ്ട്രക്ഷനകത്ത് ഒരു ഇൻഡെക്സ് രജിസ്റ്ററിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. ചില കേസസിൽ നമ്മൾ ഡയറക്റ്റ് 5, 3 അതുപോലെയുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂ ഇൻസ്ട്രക്ഷനകത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എക്സിന് പകരം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു 5ന് പകരം അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വാല്യൂവിന് പകരം എന്തെങ്കിലും ഒരു സിംബോളിക് നെയിം A = 5 എന്നൊക്കെ അസൈൻ ചെയ്തിട്ട് ആ ഒരു A എന്നുള്ളൊരു സിംബോളിക് നെയിം ആയിരിക്കും ഇവിടെ കൊടുക്കുന്നുണ്ടായിരിക്കുക. രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു എക്സ് എന്നുള്ളൊരു ഫീൽഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിംബോളിക് നെയിം നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ നമ്മളൊരു രജിസ്റ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു രജിസ്റ്റർ എന്നത് ഇൻഡെക്സ് രജിസ്റ്ററിനെയാണ് കാണിക്കുന്നത്. ദെൻ എഫക്റ്റീവ് അഡ്രസ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടണമെങ്കിൽ വി ഹാവ് ടു ആഡ് ദ കണ്ടന്റ് ഓഫ് ദ ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ദ കോൺസ്റ്റൻറ്റ് വാല്യൂ. സോ വി ഹാവ് ടു ആക്സസ് ദ കണ്ടന്റ് ഓഫ് ഇൻഡെക്സ് രജിസ്റ്റർ ഫസ്റ്റ്. നമുക്കറിയാം ഒരു സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള രജിസ്റ്റർ ഏതാണോ ആ ഒരു പെർട്ടിക്കുലർ രജിസ്റ്റർ നമ്മൾ ആക്സസ് ചെയ്യാണ്. ദെൻ ആ ഒരു രജിസ്റ്ററിലെ കണ്ടന്റ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ദെൻ ഇവിടെ ഒരു ആഡർ കാണാം. ഈ ഒരു ആഡർ എന്ന് പറഞ്ഞിട്ട് വിൽ ആഡ് ദ കണ്ടന്റ് ഓഫ് ദ ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ദെൻ ദ എഫക്റ്റീവ് അഡ്രസ് ഈസ് അവൈലബിൾ അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ആഡർ. ആ ഒരു എഫക്റ്റീവ് അഡ്രസ്സിലുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെമ്മറിക്കകത്ത് ആ ഒരു എഫക്റ്റീവ് അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പറാൻഡ് അവൈലബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. മൂവ് 3 കണ്ടന്റ് ഓഫ് R1, R2. ഇതൊരു ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിലുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഡെക്സ് രജിസ്റ്റർ ആയിട്ട് R1 എന്നുള്ളൊരു രജിസ്റ്റർ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രജിസ്റ്റർ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ടായിരിക്കുക. ഫസ്റ്റ് വി വിൽ ആക്സസ് ദ രജിസ്റ്റർ R1 വിച്ച് ഈസ് ദ ഇൻഡെക്സ് രജിസ്റ്റർ. Then to obtain the effective address we have to add the content of the index register R1 and the displacement 3. Okay, then the corresponding effective address will be accessed to obtain the operand. Then the operand will be copied to the register R2. നമുക്ക് ആ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം. ഇവിടെ ഒരു മെമ്മറി അവൈലബിൾ ആണ്. ആ മെമ്മറിയുടെ ഡിഫറെൻറ്റ് അഡ്രസ് ലൊക്കേഷൻസ് ആണ് 100, 101, 102 ആൻഡ് സോ ഓൺ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് കോൺസ്റ്റൻറ്റ് വാല്യൂ 3 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ രജിസ്റ്റർ R1നകത്തെ കണ്ടൻറ്റ് 100 ആണ്. ദെൻ ഈ ഒരു ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിൽ എന്തായിരിക്കും ഫസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. രജിസ്റ്റർ R1ലെ കണ്ടൻറ്റ് ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ കണ്ടൻറ്റ് ഓഫ് R1 പ്ലസ് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക ടു ഒബ്റ്റെയിൻ ദ എഫക്റ്റീവ് അഡ്രസ്. ഓക്കെ, 100 + 3 വി വിൽ ഗെറ്റ് 103. അതാണ് നമ്മുടെ എഫക്റ്റീവ് അഡ്രസ്സ് വരുന്നുണ്ടായിരിക്കുക. ആ ഒരു 103 എന്ന് പറയുന്ന ലൊക്കേഷനിലെ കണ്ടൻ്റ് ആണ് നമ്മുടെ ഓപ്പറാൻഡ്. അതായത് 110A എന്നുള്ളതാണ് നമ്മുടെ ഓപ്പറാൻഡ് വരുന്നുണ്ടായിരിക്കുക. ആ ഒരു ഓപ്പറാൻഡ് ആണ് ഇവിടെ R2 എന്നുള്ള രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇതാണ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് വരുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറാൻഡിൻ്റെ പൊസിഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് പോയിൻ്റ് ആണ് എങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്. അറേസിൻ്റെ കേസിൽ അതാണ് നമ്മൾ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യാൻ കാരണം. അറേസിനകത്ത് ഓരോ എലമെൻറ്റിൻ്റെ ലൊക്കേഷനും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ അറേ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അറേസിനകത്ത് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിന് ഡിഫറെൻറ്റ് വാരിയേഷൻസ് വരുന്നുണ്ട്. 3 ഡിഫറെൻറ്റ് വാരിയേഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എക്സ് കണ്ടൻറ്റ് ഓഫ് RI എന്നാണ് നമ്മൾ ഓപ്പറാൻഡ് ഫീൽഡിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എക്സ് റെപ്രസെൻറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഓഫ്സെറ്റ്. ദെൻ RI എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് രജിസ്റ്റർ ആണ്. ഇൻഡെക്സ് രജിസ്റ്റർ ഇൻഡിക്കേറ്റ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ്. ദെൻ എഫക്റ്റീവ് അഡ്രസ് വിൽ ബി കാൽക്കുലേറ്റഡ് ആസ് ദ കണ്ടൻറ്റ് ഓഫ് RI പ്ലസ് എക്സ്. ഓക്കെ, അങ്ങനെയാണ് എഫക്റ്റീവ് അഡ്രസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, 2 പാരാമീറ്ററാണ് നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഒരു ഓഫ്സെറ്റ് എക്സ് എന്നുള്ളൊരു ഓഫ്സെറ്റ് വാല്യൂം അതുപോലെ തന്നെ ഒരു ഇൻഡെക്സ് രജിസ്റ്റർ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഇൻഡെക്സ് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ആ ഒരു കണ്ടൻറ്റിൻ്റെ കൂടെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഓഫ്സെറ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പറാൻഡിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് അവൈലബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ
നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വി വിൽ സ്പെസിഫൈ 2 രജിസ്റ്റേഴ്സ് വിത്തിൻ ദ ഇൻസ്ട്രക്ഷൻ. അതായത് കണ്ടന്റ് ഓഫ് RI, RJ എന്നായിരിക്കും നമ്മൾ ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറാൻഡ് ഫീൽഡിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ ദിസ് RI ഇസ് ദ ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് RJ ഇസ് ദ ബേസ് രജിസ്റ്റർ. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ ഓഫ്സെറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് ഈ ഒരു ബേസ് രജിസ്റ്റർ RJ. Then the effective address will be calculated as effective address is equal to content of RI plus content of RJ. RIക്കകത്ത് നമ്മുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഉണ്ടായിരിക്കും, RJക്കകത്തായിരിക്കും ഓഫ്സെറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നുണ്ടായിരിക്കും. ദെൻ നമ്മൾ 2 രജിസ്റ്റർ ആക്സസ് ചെയ്യുന്നുണ്ട്. ഈ 2 രജിസ്റ്റർ ആക്സസ് കഴിയുന്ന സമയത്ത് ഒരു രജിസ്റ്ററിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ടിംഗ് അഡ്രസ്സും നെക്സ്റ്റ് രജിസ്റ്ററിൽ നിന്ന് നമുക്ക് ഓഫ്സെറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. ദെൻ വി വിൽ ആഡ് ദീസ് 2 വാല്യൂസ് ടുഗദർ, വി വിൽ ഗെറ്റ് ദ എഫക്റ്റീവ് അഡ്രസ്. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ബേസ് വിത്ത് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ഈസ് വി വിൽ സ്പെസിഫൈ ദ ഓഫ്സെറ്റ് വാല്യൂ ആൻഡ് 2 രജിസ്റ്റേഴ്സ് വിത്തിൻ ദ ഇൻസ്ട്രക്ഷൻ. അതായത് എക്സ് കണ്ടന്റ് ഓഫ് RI, RJ എന്നായിരിക്കും നമ്മൾ ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറാൻഡ് ഫീൽഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓഫ്സെറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. RI എന്ന് പറയുന്നത് ഇൻഡെക്സ് രജിസ്റ്റർ ആണ്. ഇൻഡെക്സ് രജിസ്റ്ററിനകത്ത് നമ്മൾ സ്റ്റാർട്ടിംഗ് വാല്യൂ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ RJ എന്ന് പറയുന്നത് ബേസ് രജിസ്റ്റർ ആണ്. അതിനകത്ത് നമുക്കൊരു ബേസ് വാല്യൂ ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ എഫക്റ്റീവ് അഡ്രസ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് കണ്ടന്റ് ഓഫ് RI പ്ലസ് കണ്ടന്റ് ഓഫ് RJ ആണ് വരുന്നത്. എഫക്റ്റീവ് അഡ്രസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 രജിസ്റ്റേഴ്സ് ആക്സസ് ചെയ്യണം. ദെൻ ആ 2 രജിസ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റിൻ്റെ കൂടെ ഒരു ഓഫ്സെറ്റ് വാല്യൂ ആഡ് ചെയ്യുകയും ചെയ്യണം. ഈ ഒരു മെത്തേഡ്, ഈ ഒരു തേർഡ് മെത്തേഡ്, അതിന് നമ്മൾ പറയുന്നത് ബേസ് വിത്ത് ഇൻഡെക്സ് ആൻഡ് ഓഫ്സെറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്നാണ്. ഈ ഒരു മെത്തേഡ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് 3D അറേസിലെ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3D അറേസ് ആണ് എങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ലൊക്കേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RI, RJ എന്നുള്ള എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. കണ്ടന്റ് ഓഫ് RI, RJ റെപ്രസെൻറ്റ്സ് ദ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഓഫ് ദ array and X represents the displacement. ഓക്കെ, അങ്ങനെ 3D അറേസിലെ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തേർഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിൽ 3 ടൈപ്പ് വരുന്നുണ്ട്. ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്, ബേസ് വിത്ത് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്, ബേസ് വിത്ത് ഇൻഡെക്സ് ആൻഡ് ഓഫ്സെറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്സിൽ പറയാനുള്ളത്. Next one is relative addressing mode or PC relative addressing mode. In this PC relative addressing mode, the effective address of the operand will be calculated in a similar way as in the index addressing mode. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ എങ്ങനെയാണ് എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തത്, അതുപോലെ തന്നെയാണ് ഈ ഒരു PC relative addressing മോഡിലും എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The only difference is that we will use the program counter instead of the general purpose registers. നമ്മൾ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇൻഡെക്സ് രജിസ്റ്റർ ആയിട്ട് നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിന് പകരം പ്രോഗ്രാം കൗണ്ടറാണ് ഇൻഡെക്സ് വാല്യൂ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഓപ്പറാൻഡ് ഫീൽഡിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് കണ്ടന്റ് ഓഫ് PC എന്നായിരിക്കും ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറാൻഡ് ഫീൽഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ദ എഫക്റ്റീവ് അഡ്രസ് വിൽ ബി ഈക്വൽ ടു കണ്ടന്റ് ഓഫ് PC പ്ലസ് എക്സ്. ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു സൈൻഡ് നമ്പർ ആയിരിക്കും. ദെൻ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം നമുക്ക്. ബ്രാഞ്ച് ഗ്രേറ്റർ ദാൻ 0 ലൂപ്പ്. ഓക്കെ, ഈ ഒരു PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിലായിരിക്കും. വി ക്യാൻ യൂസ് ദിസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് ടു ആക്സസ് ദ ഓപ്പറാൻഡ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓപ്പറാൻഡിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ഈ ഒരു PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യാം. പക്ഷേ മെയിനായിട്ട് ഈ ഒരു PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുന്നത് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ബ്രാഞ്ച് ഗ്രേറ്റർ ദാൻ 0 ലൂപ്പ്, ഇതൊരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇതിനകത്ത് ബ്രാഞ്ച് ഗ്രേറ്റർ ദാൻ 0, അതായത് ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ്റെ റിസൾട്ട് 0 ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇഫ് ദ കണ്ടീഷൻ സാറ്റിസ്ഫൈസ്, അതായത് റിസൾട്ട് ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ അവിടെ ഒരു ബ്രാഞ്ചിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ദ പ്രോഗ്രാം കൗണ്ടർ വിൽ ലോഡ് ടു എ ന്യൂ അഡ്രസ് ലൂപ്പ്. ഓക്കെ, ബ്രാഞ്ചിങ് നടന്നു കഴിഞ്ഞാൽ പുതിയൊരു ലൊക്കേഷനിൽ നിന്നായിരിക്കും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ബ്രാഞ്ച് ടാർജറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആ ടാർജറ്റ് ലൊക്കേഷനെ നമ്മൾ ലൂപ്പ് എന്നുള്ളൊരു ലേബിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ആ ഒരു ലൂപ്പ് എന്ന് പറയുന്ന ഒരു ന്യൂ ലൊക്കേഷനിലേക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ പോവുകയാണ് ചെയ്യുന്നത്. ദെൻ ആ ഒരു ബ്രാഞ്ചിങ് നമ്മൾ പെർഫോം ചെയ്യുന്നത് ബൈ യൂസിങ് ദിസ് PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ വരാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം എഫക്റ്റീവ് അഡ്രസ് ഈസ് ഈക്വൽ ടു കണ്ടന്റ് ഓഫ് PC പ്ലസ് റിലേറ്റീവ് അഡ്രസ്സ് ആയിരിക്കും. നമ്മളൊരു എക്സ് എന്നുള്ളൊരു വാല്യൂടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് റിലേറ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സ് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതായത് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബിഫോർ ടു ദ കറണ്ട് ലൊക്കേഷൻ ഓർ ആഫ്റ്റർ ടു ദ കറണ്ട് ലൊക്കേഷൻ ഓഫ് ദ പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടറിൻ്റെ കറണ്ട് ലൊക്കേഷന് മുന്നിലോട്ടും പിന്നിലോട്ടും ബ്രാഞ്ചിങ് വരാവുന്നതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. മൂവ് 100 കണ്ടന്റ് ഓഫ് PC, R1.
ഇതൊരു പി സി റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ്. ഇവിടെ നമ്മൾ പി സി പ്രോഗ്രാം കൗണ്ടർ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടുത്തെ ഒരു ഓഫ്സെറ്റ് വാല്യൂ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് 100 ആണ്. ഓക്കെ, ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക? ഇനീഷ്യലി പി സിയുടെ കണ്ടൻറ്റ് ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ കണ്ടൻറ്റ് ഓഫ് പി സി പ്ലസ് 100 ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ വി വിൽ ഗെറ്റ് ദ എഫക്റ്റീവ് അഡ്രസ്. Next, we will access the corresponding effective address location. Content of that particular location will be copied to the register R1. നമുക്ക് നോക്കാം ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. നമുക്കൊരു മെമ്മറി ഉണ്ട്. ആ ഒരു പെർട്ടിക്കുലർ മെമ്മറിയിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം കൗണ്ടർ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു മെമ്മറിനെ പ്രോഗ്രാം ഏരിയ ആയിട്ടും ഡാറ്റ ഏരിയ ആയിട്ടും രണ്ട് സെപ്പറേറ്റ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം കൗണ്ടറിൻ്റെ കറൻറ്റ് വാല്യൂ 2 ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മളിവിടെ ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുള്ള ഒരു ഓഫ്സെറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 100 ആണ്. ആ ഒരു എക്സ് എന്നുള്ളൊരു വാല്യൂ നമ്മളവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക? പ്രോഗ്രാം കൗണ്ടറിൻ്റെ കണ്ടൻറ്റും ഈ ഒരു 100 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂയും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ടു ഒബ്റ്റെയിൻ ദ effective address. 2 plus 100 we will get 102. 102 ആണ് എഫക്റ്റീവ് അഡ്രസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ആ ഒരു ലൊക്കേഷനിലെ കണ്ടൻറ്റ് എന്താണ്? 110A. ഈ ഒരു 110A ആണ് ഇവിടെ ഓപ്പറാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. 110A വിൽ ബി കോപ്പി ടു ദ രജിസ്റ്റർ R1. ഓക്കെ, ഇതാണ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡ്രസ്സിംഗ് മോഡ് ഈസ് ഓട്ടോ ഇൻക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡ്. In this addressing mode, the effective address of the operand is the content of the register specified within the instruction. അതായത് ഓട്ടോ ഇൻക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡ് ആണ് എങ്കിൽ ഇൻസ്ട്രക്ഷനകത്ത് നമ്മളൊരു രജിസ്റ്റർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ആക്സസ് ചെയ്താൽ നമുക്ക് ഓപ്പറാൻഡിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് അവൈലബിൾ ആവും. ഓപ്പറാൻഡ് അല്ല അവൈലബിൾ ആവുന്നത്, ഓപ്പറാൻഡിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സാണ് അവൈലബിൾ ആവുന്നത്. ദെൻ ആ ഒരു ഓപ്പറാൻഡ് ആക്സസ് ചെയ്തതിന് ശേഷം ആ ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ആവുക ചെയ്യുന്നുണ്ട് ടു പോയിൻറ്റ് ടു ദ നെക്സ്റ്റ് ഐറ്റം ഇൻ ദ ലിസ്റ്റ്. ഓക്കെ, അതായത് ഓട്ടോ ഇൻക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡാണ് എങ്കിൽ അതിനകത്ത് നമ്മളൊരു രജിസ്റ്റർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഓപ്പറാൻഡ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ആണ് ആക്സസ് ചെയ്യുന്നത്. രജിസ്റ്റർ കണ്ടൻറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ്. ദെൻ വി ക്യാൻ ആക്സസ് ദ ഓപ്പറാൻഡ്. ഓക്കെ, ആഫ്റ്റർ ആക്സസിങ് ദ ഓപ്പറാൻഡ് ദ കണ്ടൻറ്റ് ഓഫ് ദ രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ്. ഓട്ടോമാറ്റിക്കലി അത് ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട്. എന്തിനാണ് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ആവുന്നത്? നമ്മളൊരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഐറ്റത്തിലേക്ക്, നെക്സ്റ്റ് ഡാറ്റ ഐറ്റത്തിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന വിധത്തിൽ ആ ഒരു രജിസ്റ്റർ കണ്ടൻറ്റ് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ആവുന്നുണ്ടായിരിക്കും. ദെൻ ആ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടൻറ്റ് ഓഫ് RI പ്ലസ്, ഇങ്ങനെയാണ് ഓട്ടോ ഇൻക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡിലെ ഓപ്പറാൻഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ദ എഫക്റ്റീവ് അഡ്രസ് വിൽ ബി ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ RI. നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റാണ് എഫക്റ്റീവ് അഡ്രസ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓപ്പറാൻഡ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ഒരിക്കലും ഓപ്പറാൻഡ് അല്ല. രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ഓപ്പറാൻഡിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ ആ ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പറാൻഡ് അവൈലബിൾ ആവുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്, ആ ഒരു ഓപ്പറാൻഡ് ആക്സസ് ചെയ്തതിന് ശേഷം, ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി RIയുടെ കണ്ടൻറ്റ് ഇൻക്രിമെൻ്റ് ആവുന്നുണ്ടായിരിക്കും. ആ ഒരു കണ്ടൻറ്റ് ഇൻക്രിമെൻ്റ് ആവാന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ഇൻക്രിമെൻറ്റഡ് ബൈ 1, 2 or by 4. അതായത് നമ്മൾ ആക്സസ് ചെയ്യുന്ന ഓപ്പറാൻഡ്, നമ്മളൊരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, ലിസ്റ്റ് ഓഫ് ഡാറ്റയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡാറ്റയുടെ സൈസിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഇൻക്രിമെൻറ്റിങ് വരുന്നുണ്ടായിരുന്നത്. നമ്മൾ ബൈറ്റ് സൈസ്ഡ് ഓപ്പറാൻഡ്സ് ആണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇൻക്രിമെൻറ്റ് വരുന്നത് ബൈ 1 ആയിരിക്കും. Register content will be incremented by 1 if you are accessing the byte-sized operands. On the other hand, if you are accessing a 16-bit operand, നമ്മൾ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓരോ ഓപ്പറാൻഡും 16 ബിറ്റിൻ്റെ ഓപ്പറാൻഡ് ആണ് എങ്കിൽ നമ്മൾ ഈ ഒരു ഓട്ടോ ഇൻക്രിമെൻറ്റ് വരുന്ന സമയത്ത് രജിസ്റ്റർ കണ്ടൻറ്റ് ഇൻക്രിമെൻ്റ് ആവുന്നത് ബൈ 2 ആയിരിക്കും. ഓക്കെ, രജിസ്റ്റർ കണ്ടൻറ്റ് വിൽ ബി ദ പ്രീവിയസ് കണ്ടൻറ്റ് പ്ലസ് 2 ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ദെൻ ഇഫ് യു ആർ ആക്സസിങ് ദ 32-ബിറ്റ് ഓപ്പറാൻഡ്, അതായത് ലിസ്റ്റ് ഓഫ് ഡാറ്റ, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓരോ ഓപ്പറാൻഡും 32 ബിറ്റിൻ്റെ ഓപ്പറാൻഡ്സ് ആണ് എങ്കിൽ ഓട്ടോ ഇൻക്രിമെൻറ്റിംഗ് വരുന്നത് ഫസ്റ്റ് ഐറ്റം നമ്മൾ ആക്സസ് ചെയ്തു, നെക്സ്റ്റ് ഐറ്റം നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ 4 ലൊക്കേഷൻസിന് ശേഷമായിരിക്കും, അതായത് 4 ബൈറ്റിന് ശേഷമായിരിക്കും നെക്സ്റ്റ് ഐറ്റം അവൈലബിൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ കണ്ടൻറ്റ് വിൽ ബി ഇൻക്രിമെൻറ്റഡ് ബൈ 4 ഇഫ് യു ആർ ആക്സസിങ് ദ 32-ബിറ്റ് സൈസ്ഡ് ഓപ്പറാൻഡ്സ്. ഓക്കെ, അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആഡ് 3, കണ്ടൻറ്റ് ഓഫ് R1 പ്ലസ്, അതാണ് ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ. ഈ ഒരു ഇൻസ്ട്രക്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓപ്പറേഷനാണ്. വി ഹാവ് ടു ആഡ് 2 ഓപ്പറാൻഡ്സ്, 2 ഓപ്പറാൻഡ്സ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ദെൻ ഫസ്റ്റ് ഓപ്പറാൻഡ് അവിടെ ഇംപ്ലിസിറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, 3 ആണ് ഫസ്റ്റ് ഓപ്പറാൻഡ് വരുന്നത്. സെക്കൻഡ് ഓപ്പറാൻഡിൻ്റെ പ്ലേസിൽ നമ്മളൊരു രജിസ്റ്ററാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. കണ്ടൻറ്റ് ഓഫ് R1 പ്ലസ് എന്നാണ് നമ്മൾ സെക്കൻഡ് ഓപ്പറാൻഡിൻ്റെ പ്ലേസിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ, ഇതൊരു ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡ് ഇൻസ്ട്രക്ഷൻ ആണ്. The effective address of the second operand will be available as the content of the register R1.
രജിസ്റ്റർ R1ൻ്റെ കണ്ടൻ്റ് ആണ് ഓപ്പറാൻഡിൻ്റെ എഫക്റ്റീവ് അഡ്രസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ആ ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഓപ്പറാൻഡ് അവൈലബിൾ ആയിരിക്കും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ദ സെക്കൻഡ് ഓപ്പറാൻഡ് പ്ലസ് 3 ആ ഒരു ഓപ്പറേഷൻ ആയിരിക്കും ഈ ഒരു അഡീഷൻ എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ദ റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ മെമ്മറി ലൊക്കേഷൻ കറസ്പോണ്ടിങ് ടു ദ കണ്ടന്റ് ഓഫ് R1. R1നകത്ത് ഒരു എഫക്റ്റീവ് അഡ്രസ് അവൈലബിൾ ആണ്. ആ ഒരു ലൊക്കേഷനിലായിരിക്കും നമ്മളിവിടെ റിസൾട്ട് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ആ ഒരു ഓപ്പറേഷൻ, ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അവിടെ ഒരു ഓട്ടോ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷനും കൂടെ നടക്കുന്നുണ്ടായിരിക്കും. R1ലെ കണ്ടന്റ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ബൈറ്റ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടന്റ് ഓഫ് R1 ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1 ടു പോയിന്റ് ടു ദ നെക്സ്റ്റ് ഡാറ്റ. ഓക്കെ, അതാണ് ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വി വിൽ സി ഓട്ടോ ഡിക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡ്. In the auto decrement addressing mode, the content of the register which is specified within the instruction is automatically decremented and it is used as the effective address of the operand. അതായത് ഓട്ടോ ഡിക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻസ്ട്രക്ഷനകത്ത് നമ്മളൊരു രജിസ്റ്റർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു രജിസ്റ്റർ കണ്ടൻറ്റ് ഫസ്റ്റ് അത് ഡിക്രിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആക്സസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള രജിസ്റ്റർ കണ്ടൻറ്റ് ഡിക്രിമെൻറ്റ് ചെയ്യും. ദെൻ ആ ഒരു ഡിക്രിമെൻറ്റഡ് വാല്യൂ ആണ് ഓപ്പറാൻഡിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഓട്ടോ ഡിക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡിൽ എങ്ങനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറാൻഡ് ഫീൽഡിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക? മൈനസ് കണ്ടന്റ് ഓഫ് RI. RI എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് രജിസ്റ്ററാണ്. ഇവിടെ ഒരു മൈനസ് സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഓട്ടോ ഡിക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡ്. ദെൻ ദ കണ്ടന്റ് ഓഫ് RI വിൽ ബി ഡിക്രിമെൻറ്റഡ് ഇനീഷ്യലി. ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് RIയുടെ കണ്ടന്റ് ഡിക്രിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ദ കണ്ടന്റ് ഓഫ് ദ ഡിക്രിമെൻറ്റഡ് കണ്ടന്റ് ഓഫ് RI വിൽ ബി treated as the effective address of operand. ഓക്കെ, ഇതാണ് ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ നമ്മൾ ഓട്ടോ ഇൻക്രിമെൻറ്റ് ആൻഡ് ഓട്ടോ ഡിക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് ബ്ലോക്ക് ആദ്യം കൺസിഡർ ചെയ്യുക. ഇത് മെമ്മറി ലൊക്കേഷൻസിനെയാണ് കാണിക്കുന്നത്. ദെൻ A7 എന്നുള്ളൊരു അഡ്രസ്സ് ഉള്ള ഒരു ലൊക്കേഷനാണ് ഇവിടെ നമ്മൾ പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കറൻ്റ്ലി പോയിൻറ്റഡ് മെമ്മറി ലൊക്കേഷൻ ഈസ് A7. ഓക്കെ, ദെൻ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. മൂവ് D0, മൈനസ് കണ്ടന്റ് ഓഫ് A7. അതായത് നമുക്ക് ഇവിടെ ഒരു ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡിലുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. A7 എന്നുള്ളതാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഡ്രസ്സ്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? A7 എന്നുള്ളൊരു അഡ്രസ്സ് ഫസ്റ്റ് അതൊന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. ദെൻ ദ സ്പെസിഫൈഡ് ഓപ്പറേഷൻ വിൽ ബി പെർഫോംഡ്. ഓക്കെ, A7 എന്നുള്ളൊരു ലൊക്കേഷൻ ഇവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്കാണ് A7 പോയിന്റ് ചെയ്തത്. A7 എന്നുള്ള അഡ്രസ്സുള്ള ഒരു ലൊക്കേഷനാണ് ഇത്. ദെൻ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നുണ്ടായിരിക്കുക? A7 ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, A7 ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്കാണ് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ മൂവ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ദിസ് ഇൻസ്ട്രക്ഷൻ വിൽ മൂവ് ദ ഡാറ്റ D0 ടു ദ പോയിന്റഡ് ലൊക്കേഷൻ. ഓക്കെ, ഓട്ടോ ഡിക്രിമെൻ്റൽ പെർഫോം ചെയ്തതിന് ശേഷം ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്കാണ്. ആ ഒരു ലൊക്കേഷനിലേക്ക് D0 എന്നുള്ളൊരു ഡാറ്റ കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാണ്. മൂവ് D1, മൈനസ് കണ്ടന്റ് ഓഫ് A7. ഇതും ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ തന്നെയാണ്. മൈനസ് കണ്ടന്റ് ഓഫ് A7 എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്തുണ്ടാവും? ഫസ്റ്റ് ഒരു ഡിക്രിമെൻറ്റ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. A7 കറൻ്റ്ലി പോയിന്റ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്കാണ്. നെക്സ്റ്റ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് A7 ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. അതായത് തൊട്ട് മുന്നിലുള്ള ലൊക്കേഷനിലേക്കായിരിക്കും ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ after performing the decrementing operation, it will copy the information D1 to the corresponding location. അതായത് ഈ ഒരു ലൊക്കേഷനിലേക്കാണ് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത്. ആ ഒരു ലൊക്കേഷനിൽ D1 എന്ന് പറയുന്നൊരു ഡാറ്റ അവിടെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ വരികയാണ്. മൂവ് D2, മൈനസ് കണ്ടന്റ് ഓഫ് A7. ഇത് എഗെയിൻ ഒരു ഓട്ടോ ഡിക്രിമെൻറ്റ് ഇൻസ്ട്രക്ഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കുക? A7 ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും അവിടെ ഒരു മൂവ് ഓപ്പറേഷൻ നടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, A7 എന്ന് പറയുന്നത് കറൻ്റ്ലി ഇവിടെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ A7 ഡിക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് A7ൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ആയിരിക്കും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ദ ഡാറ്റ D2 വിൽ ബി കോപ്പീഡ് ടു ദ ലൊക്കേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ നോക്കാം. മൂവ് D3, കണ്ടന്റ് ഓഫ് A7 പ്ലസ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ വരുന്നത്. അതൊരു ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡിലുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡ്. ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡിൽ എങ്ങനെയാണ് ഓപ്പറേഷൻ നടക്കുന്നുണ്ടായിരിക്കുക? ഫസ്റ്റ് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഡ്രസ്സ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷമായിരിക്കും ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ നടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ A7 എന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് A7 ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ നോക്കുക. ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്കാണ് A7 പോയിന്റ് ചെയ്തിട്ടുള്ളത്. ദെൻ what will happen? The data D3 will be copied to this particular location itself. ഈ ഒരു ലൊക്കേഷനിലേക്ക് തന്നെയാണ് പുതിയ ഡാറ്റ D3 കോപ്പി ആവുന്നത്. ഓക്കെ, ആ ഒരു ലൊക്കേഷനിലെ ഡാറ്റ ഓവർ റൈറ്റ് ചെയ്ത് D3 ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഒരു ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുകയാണ്. ദ മെമ്മറി വിൽ ബി പോയിന്റഡ് ഹിയർ. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണ് ഓട്ടോ ഇൻക്രിമെൻറ്റ് ആൻഡ് ഓട്ടോ ഡിക്രിമെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓട്ടോ ഇൻക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഡ്രസ്സ് ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ ഒരു ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ നടക്കുന്നുണ്ടായിരിക്കുക. ഓട്ടോ ഡിക്രിമെൻ്റ് ആണെങ്കിൽ ഇനീഷ്യലി ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ നടക്കും, ദെൻ ദ സ്പെസിഫൈഡ് ഓപ്പറേഷൻ വിൽ ബി പെർഫോംഡ്. ഓക്കെ, അതാണ് ഓട്ടോ ഇൻക്രിമെൻറ്റ് ആൻഡ് ഓട്ടോ ഡിക്രിമെൻറ്റ് ഇൻസ്ട്രക്ഷൻ തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്. ദെൻ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള എല്ലാ അഡ്രസ്സിംഗ് മോഡ്സിൻ്റെ ഒരു കൺക്ലൂഷനായിട്ടാണ് നെക്സ്റ്റ് ഒരു സ്ലൈഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് വേ ഇൻ വിച്ച് ദ ലൊക്കേഷൻ ഓഫ് ദ operand is specified within the instruction. ഓക്കെ, അതായത് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പറാൻഡിന് നമുക്ക് പല രീതിയിൽ ഒരു ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നമുക്ക് ഓപ്പറാൻഡിനെ ഡയറക്റ്റ് എന്താണോ ഓപ്പറാൻഡിൻ്റെ വാല്യൂ ആ ഒരു വാല്യൂ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനിൽ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു ഓപ്പറാൻഡ് നമ്മൾ എന്തെങ്കിലും രജിസ്റ്ററിലോ മെമ്മറിയിലോ സ്റ്റോർ ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ രജിസ്റ്റർ നെയിം അല്ലെങ്കിൽ മെമ്മറി അഡ്രസ്സ് നമുക്ക് ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു മെമ്മറിയിലോ അല്ലെങ്കിൽ രജിസ്റ്ററിലോ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറാൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടും അതിൻ്റെ അഡ്രസ്സ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ പല മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഓരോ മെത്തേഡിലും എങ്ങനെയാണ് വരുന്നത് എന്നൊരു കൺക്ലൂഷനാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക, ഓപ്പറാൻഡിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുകയാണ് എലോങ് വിത്ത് എ ഹാഷ് സിമ്പിൾ. ഓക്കെ, ഒരു ഹാഷ് സിമ്പിൾ കഴിഞ്ഞിട്ട് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ നമ്മൾ കാണുകയാണെങ്കിൽ ദ പ്രോസസർ വിൽ കൺസിഡർ ഇറ്റ് ആസ് ദ ഓപ്പറാൻഡ്. ഓക്കെ, ദെൻ ഓപ്പറാൻഡ് നമ്മളവിടെ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത് രജിസ്റ്റർ നെയിംസ് ആയിരിക്കും. ദെൻ ആ ഒരു രജിസ്റ്റർ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പറാൻഡ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ എഫക്റ്റീവ് അഡ്രസ്സായിട്ട് ആക്ട് ചെയ്യുന്നത് ആ ഒരു രജിസ്റ്റർ നെയിമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ആബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡ്, ഒരു ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഈ ഒരു ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിനകത്ത് എങ്ങനെയാണ് വരുന്നത്, നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ആണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഓപ്പറാൻഡ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനിലാണെങ്കിൽ ആ ഒരു മെമ്മറിയുടെ അഡ്രസ്സ് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ ഡയറക്റ്റ് ആ ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ ദ എഫക്റ്റീവ് അഡ്രസ് വിൽ ബി ഈക്വൽ ടു നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്താണ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ് വരുന്നത്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ ഒന്നുകിൽ നമുക്ക് രജിസ്റ്റർ നെയിം സ്പെസിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യാം, ബട്ട് ഇറ്റ് വിൽ ബി വിത്തിൻ ദ ബ്രാക്കറ്റ്സ്. ഓക്കെ, നമ്മളൊരു ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലാണെങ്കിൽ നമ്മളൊരു ബ്രാക്കറ്റിനകത്ത് ഒരു രജിസ്റ്റർ നെയിം സ്പെസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റിനകത്ത് ഒരു അഡ്രസ്സ് ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ എങ്ങനെയാണ് നമുക്ക് ഓപ്പറാൻഡ്സ് അവൈലബിൾ ആവുന്നത്, ഓപ്പറാൻഡിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് ആയിരിക്കും ഈ ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള മെമ്മറിയിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, നമ്മളൊരു രജിസ്റ്റർ നെയിം അല്ലെങ്കിൽ ഒരു മെമ്മറി അഡ്രസ്സ് ആയിരിക്കും ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ഒരു രജിസ്റ്റർ ആക്സസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫൈ ചെയ്ത മെമ്മറി ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പറാൻഡ് അല്ല അവൈലബിൾ ആവുന്നത്, ഓപ്പറാൻഡിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് ആയിരിക്കും അവൈലബിൾ ആവുന്നത്. ഓക്കെ, ദെൻ ആ ഒരു അവൈലബിൾ ആയ എഫക്റ്റീവ് അഡ്രസ്സ് ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പറാൻഡ് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ദ എഫക്റ്റീവ് അഡ്രസ് വിൽ ബി ഈക്വൽ ടു ദ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ, എഫക്റ്റീവ് അഡ്രസ് വിൽ ബി ഈക്വൽ ടു കണ്ടന്റ് ഓഫ് മെമ്മറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഡ്രസ്സിംഗ് മോഡാണ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്. ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കുക എക്സ് കണ്ടന്റ് ഓഫ് RI എന്നൊരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറാൻഡ് ഫീൽഡ് വന്നിട്ടുണ്ടായിരിക്കുക. എക്സ് എന്ന് പറയുന്നത് ഒരു ഓഫ്സെറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സിംബോളിക് നെയിം അസൈൻ ചെയ്തിട്ട് ആ ഒരു സിംബോളിക് നെയിം നമുക്ക് കൊടുക്കാം. ദെൻ എക്സ് കണ്ടന്റ് ഓഫ് RI, എക്സ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ RI എന്ന് പറയുന്നത് ഇൻഡെക്സ് രജിസ്റ്റർ ആണ്. നമ്മുടെ ജനറൽ പർപ്പസ് രജിസ്റ്ററിൽ ഏത് രജിസ്റ്റർ വേണമെങ്കിലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ദെൻ എക്സ് RI നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ദ എഫക്റ്റീവ് അഡ്രസ് വിൽ ബി calculated as content of RI plus X. എഫക്റ്റീവ് അഡ്രസ്സ് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മെമ്മറിയോ അല്ലെങ്കിൽ രജിസ്റ്ററോ ആക്സസ് ചെയ്താലും നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സ് അവൈലബിൾ അല്ല, അവിടെ ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യമുണ്ട്. ദെൻ എഫക്റ്റീവ് അഡ്രസ് വിൽ ബി ഈക്വൽ ടു കണ്ടന്റ് ഓഫ് RI പ്ലസ് എക്സ്. അതായത് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള രജിസ്റ്റർ കണ്ടന്റും അതേപോലെ തന്നെ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടുന്നത്. ദെൻ ആ ഒരു അവൈലബിൾ ആയിട്ടുള്ള എഫക്റ്റീവ് അഡ്രസ്സുള്ള മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഓപ്പറാൻഡ് അവൈലബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബേസ് വിത്ത് ഇൻഡെക്സ്. ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേരിയേഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. ബേസ് വിത്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ഓപ്പറാൻഡ് ഫീൽഡിൽ നമ്മൾ 2 രജിസ്റ്റേഴ്സ് ആയിരിക്കും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇറ്റ് വിൽ ബി വിത്തിൻ ദ ബ്രാക്കറ്റ് കണ്ടന്റ് ഓഫ് RI, കണ്ടന്റ് ഓഫ് RJ. ഇങ്ങനെയാണ് ഓപ്പറാൻഡ് ഫീൽഡിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് RI എന്ന് പറയുന്നത് ഇൻഡെക്സ് രജിസ്റ്റർ ആണ്, RJ എന്ന് പറയുന്നത് ബേസ് രജിസ്റ്റർ ആണ്. ദെൻ എഫക്റ്റീവ് അഡ്രസ് എങ്ങനെയായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്, എഫക്റ്റീവ് അഡ്രസ് വിൽ ബി ഈക്വൽ ടു കണ്ടന്റ് ഓഫ് RI പ്ലസ് കണ്ടന്റ് ഓഫ് RJ. 2 രജിസ്റ്റേഴ്സും ആക്സസ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടൻസ് ആഡ് ചെയ്താൽ നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സ് അവൈലബിൾ ആയിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ എഫക്റ്റീവ് അഡ്രസ് ഉള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഓപ്പറാൻഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ,
നെക്സ്റ്റ് അഡ്രസ്സിംഗ് മോഡ് ഈസ് ബേസ് വിത്ത് ഇൻഡെക്സ് ആൻഡ് ഓഫ്സെറ്റ്. അതായത് ഈ രണ്ട് തൊട്ട് മുൻപ് പറഞ്ഞിട്ടുള്ള രണ്ട് മെത്തേഡിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിനകത്ത് ഓപ്പറാൻഡ് ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ആസ് എക്സ് കണ്ടന്റ് ഓഫ് ആർ ഐ കോമ ആർ ജെ. അതായത് എഫക്റ്റീവ് അഡ്രസ് വിൽ ബി കാൽക്കുലേറ്റഡ് ആസ് കണ്ടന്റ് ഓഫ് ആർ ഐ പ്ലസ് കണ്ടന്റ് ഓഫ് ആർ ജെ പ്ലസ് എക്സ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ആർ ജെ ആൻഡ് ആർ ഐ എന്ന് പറയുന്നത് രണ്ട് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ് അഡ്രസ്സ് കാണണമെങ്കിൽ നമുക്ക് രണ്ട് രജിസ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റിൻ്റെ കൂടെ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്താൽ എഫക്റ്റീവ് അഡ്രസ്സ് അവൈലബിൾ ആവും. ദെൻ ആ ഒരു പെർട്ടിക്കുലർ എഫക്റ്റീവ് അഡ്രസ്സ് ഉള്ള മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പറാൻഡ് അവൈലബിൾ ആവും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിൻ്റെ സെയിം മെത്തേഡിൽ തന്നെയാണ് അത് വരുന്നത്. ബട്ട് ദ ഓൺലി ഡിഫറൻസ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദ ജനറൽ പർപ്പസ് രജിസ്റ്റർ വി വിൽ യൂസ് ദ പ്രോഗ്രാം കൗണ്ടർ ഹിയർ. ഈ ഒരു റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് നമ്മൾ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസിനൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടുത്തെ എഫക്റ്റീവ് അഡ്രസ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എഫക്റ്റീവ് അഡ്രസ് ഈസ് ഈക്വൽ ടു കണ്ടന്റ് ഓഫ് പി സി പ്ലസ് എക്സ്. നമ്മളിവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും പ്രോഗ്രാം കൗണ്ടറിൻ്റെ കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ബ്രാഞ്ച് ചെയ്യേണ്ട പുതിയ ലൊക്കേഷൻസിൻ്റെ അഡ്രസ്സ് നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്രാഞ്ചിങ്ങിന് വേണ്ടി മാത്രമല്ല ഒരു ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഓട്ടോ ഇൻക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഓട്ടോ ഇൻക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡിനകത്ത് ഓപ്പറാൻഡ് ഫീൽഡിൽ വി വിൽ റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ്: കണ്ടന്റ് ഓഫ് ആർ ഐ പ്ലസ്. ദിസ് പ്ലസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് എ auto increment addressing mode. Then what will happen? The effective address of the operand will be the content of this specified register. അതായത് നമ്മളൊരു രജിസ്റ്റർ നെയിം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു രജിസ്റ്ററിൻ്റെ കണ്ടന്റ് നമ്മൾ ആക്സസ് ചെയ്താൽ നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ നമ്മൾ ആ ഒരു എഫക്റ്റീവ് അഡ്രസ്സിൽ നിന്ന് ഓപ്പറാൻഡ് ആക്സസ് ചെയ്ത് ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ എക്സ്ട്രാ ഒരു ഓപ്പറേഷൻ കൂടെ ഇവിടെ നടക്കുന്നുണ്ടായിരിക്കും. ദറ്റ് ഈസ് ദ ഓട്ടോ ഇൻക്രിമെൻറ്റിംഗ് ദ കണ്ടന്റ് ഓഫ് ആർ ഐ. ആ ആർ ഐ എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടന്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ് ഇൻക്രിമെൻറ്റ് മേ ബി ബൈ 1 or 2 or by 4. അതായത് ആ ഒരു ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ +1 ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ +2 ആയിരിക്കും, അല്ലെങ്കിൽ +4 ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ ഡാറ്റ വി ആർ ആക്സസ് ചെയ്യുക. അതായത് നമ്മളൊരു ലിസ്റ്റ് ഓഫ് ഡാറ്റയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ, ബൈറ്റ് സൈസ് ഉള്ള ഡാറ്റയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നതെങ്കിൽ രജിസ്റ്റർ കണ്ടന്റ് ഇൻക്രിമെൻ്റ് ആവുന്നത് +1 ആയിരിക്കും. ദെൻ 16 ബിറ്റിൻ്റെ ഡാറ്റയാണ് നമ്മൾ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ രജിസ്റ്റർ കണ്ടന്റ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് +2 എന്നായിരിക്കും. ദെൻ 32 ബിറ്റ് ഓപ്പറാൻഡ് ആണ് നമ്മൾ ആക്സസ് ചെയ്യുന്നതെങ്കിൽ രജിസ്റ്റർ കണ്ടന്റ് വിൽ ബി ഇൻക്രിമെൻറ്റഡ് ബൈ 4. ഓക്കെ, അതായത് നെക്സ്റ്റ് ഡാറ്റ ഐറ്റത്തിലേക്ക് പോയിന്റ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ഓട്ടോ ഡിക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഈ ഒരു ഓട്ടോ ഡിക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡിനകത്ത് നമ്മൾ ഇൻസ്ട്രക്ഷൻ ഓപ്പറാൻഡ് ഫീൽഡിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൈനസ് കണ്ടന്റ് ഓഫ് ആർ ഐ എന്നാണ്. ഓക്കെ, അതായത് ഈ ഒരു ഓട്ടോ ഡിക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡിലാണ് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുള്ളതെങ്കിൽ വി വിൽ ഫസ്റ്റ് ഡിക്രിമെൻറ്റ് ദ കണ്ടന്റ് ഓഫ് ദ സ്പെസിഫൈഡ് രജിസ്റ്റർ. നമ്മളൊരു രജിസ്റ്റർ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. ഏത് ജനറൽ പർപ്പസ് രജിസ്റ്റർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ദെൻ ആ ഒരു രജിസ്റ്റർ കണ്ടന്റ് ഫസ്റ്റ് ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. ദെൻ അതിനകത്തുള്ള അഡ്രസ്സ്, ദെൻ അതിനകത്തുള്ള കണ്ടന്റ് എഫക്റ്റീവ് അഡ്രസ്സായിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അത്രയാണ് നമുക്ക് അഡ്രസ്സിംഗ് മോഡ്സ് എന്നുള്ളൊരു ടോപ്പിക്കിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.